ഇപ്പോൾ കരുവന്നൂരിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുകൂടി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കണമല്ലോ. കരുവന്നൂരിൽ ഈ തട്ടിപ്പിന് ശേഷം പിന്നീട് ആ പണം തിരിച്ചു നൽകാനായിട്ട് ആദ്യഘട്ടത്തിലൊരു ശ്രമം നടന്നു. അത് പാളിപ്പോയിരുന്നു. പിന്നീട് ഈ കൺസോർഷ്യമൊക്കെ രൂപീകരിക്കുന്നു. അതിനുശേഷം നടത്തിയ ശക്തമായ ഇടപെടലിൽ 50 കോടിയേ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. സംഭവിച്ചിരിക്കുന്നത് അല്ലേ, 50 കോടി രൂപ. അല്ല, ഇപ്പോൾ 116 കോടി കൊടുത്തു. ഇനി 51 കോടി രൂപ കൂടി കൊടുക്കാനുണ്ട്. 51 കോടി രൂപയാണ് ഇനി കൊടുക്കാനുള്ളത്. 1 ലക്ഷം രൂപ വരെ ഫിക്സഡ് ഡിപ്പോസിറ്റുകളുടെയും 50,000 രൂപ വരെ സേവിങ്സ് ബാങ്ക് നിക്ഷേപമുള്ളവരുടെയും പണം പൂർണ്ണമായും കൊടുത്തു തീർത്തു. ബാക്കിയുള്ളവരുടേത് ഘട്ടം ഘട്ടമായി കൊടുക്കുന്നു. ത്രൈമാസ പലിശ നിരക്കിലാണ് കൊടുക്കുന്നത്. 51 കോടി രൂപ കൂടി കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഈ സ്വർണ്ണപ്പണയത്തിന്മേൽ 5 കോടി രൂപ വന്നു കഴിഞ്ഞു. 14 കോടി രൂപ കൺസോർഷ്യത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്നു. ഇതാണ് നിലവിൽ കരുവന്നൂർ നൽകുന്ന ഉറപ്പ്. അപ്പോൾ കരുവന്നൂരിൽ ബാങ്കിൽ ഇപ്പോൾ അസച്ച് നിക്ഷേപകർക്ക് പ്രശ്നങ്ങളില്ല. പക്ഷേ അതിൻ്റെ ഭാഗമായി കരുവന്നൂരിൽ 2020 മുതലെങ്കിലും ഈ ദുരന്തം അനുഭവിച്ച മനുഷ്യരുണ്ട്. അവരോട് ഈ സർക്കാർ ചെയ്തത്, അന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സഹകരണ വകുപ്പ് ചെയ്തത് അനീതിയാണെന്ന് നമ്മൾ ആവർത്തിച്ചു തന്നെ പറയണം. പക്ഷേ അത് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണോ എന്നോട് ചോദിച്ചാൽ അല്ല എന്നാണ് ഞാൻ പറയുക. അതേതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വിധി നിശ്ചയിക്കേണ്ടതുമല്ല എന്നതാണ്. എന്തുകൊണ്ടാണ്? ഇതിനേക്കാൾ വലിയൊരു തട്ടിപ്പുണ്ടായിരുന്നു ബംഗാളിൽ. നമ്മളൊക്കെ ഓർമ്മിക്കുന്നുണ്ടല്ലോ, ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പ്. എത്രയായിരുന്നു എന്നറിയോ? 3500 കോടിയാ. എന്തായിരുന്നു ആ പണം? എവിടേക്കാണ് കൊണ്ടുപോയതെന്നറിയോ? ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോയി രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നതായിരുന്നു കണക്ക്. അതിൽ പ്രധാനപ്പെട്ട ഒരു റെയ്ഡ് നടന്നിട്ടുണ്ട്. ആ നേതാവിൻ്റെ പേര് ഹിമന്ത ബിശ്വ ശർമ്മ എന്നാ. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്നറിയാമോ? ആസാമിൻ്റെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അതായത് രാജ്യദ്രോഹപരമായ കാര്യത്തിൽ ഒരു വലിയ തട്ടിപ്പ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ പ്രതിസ്ഥാനത്ത് നിൽക്കപ്പെട്ട് ഇ ഡി റെയ്ഡ് ചെയ്തയാളെ പിന്നീട് മുഖ്യമന്ത്രിയാക്കിയ ഒരു പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു പ്രദേശത്തെ സഹകരണ ബാങ്കിൽ നടന്ന അല്ലെങ്കിൽ സഹകരണ സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന അജണ്ടയാവുന്നു എന്നുള്ളതിൽ എനിക്ക് വിശ്വാസമില്ല. ഒന്ന്. നമ്പർ 2, നമ്മളോട് പ്രധാനമന്ത്രി പല കാര്യങ്ങളും പറഞ്ഞല്ലോ. ഇവരോട് കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ഇതേ പ്രധാനമന്ത്രി 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊരു വാഗ്ദാനം കൊടുത്തിരുന്നു. സ്വിസ് ബാങ്കിൽ കുറച്ച് കള്ളപ്പണം ഉണ്ടെന്നും ആ കള്ളപ്പണം ഞങ്ങളെ അധികാരത്തിലെത്തിച്ചാൽ ഈ നാട്ടിൽ കൊണ്ടുവരുമെന്നും, അങ്ങനെ കൊണ്ടുവന്നാൽ 15 ലക്ഷം രൂപ വീതം നമ്മുടെയൊക്കെ പോക്കറ്റിലിടാൻ പര്യാപ്തമായ തുകയാണ് എന്നുമാണ് കൃത്യമായ ഹിന്ദി പരിഭാഷ. എൻ്റെ അക്കൗണ്ടിലോ എൻ്റെ അറിവിലോ ഈ പറയുന്ന 15 ലക്ഷം രൂപ സ്വിസ് ബാങ്കിൽ നിന്ന് കള്ളപ്പണത്തിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ 1 രൂപ പോലും ഇന്ത്യയുടെ ഖജനാവിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല. 1 രൂപ പോലും വന്നിട്ടില്ല. ആ അർത്ഥത്തിൽ സ്വിസ് ബാങ്കിൽ നിന്ന് വന്നിട്ടില്ലെന്ന് മാത്രവുമല്ല, സ്വിസ് ബാങ്കിൽ ഒളിപ്പിച്ച കള്ളപ്പണത്തിൻ്റെ ഒരു വിഹിതം എന്ന രീതിയിൽ ഒരു പുതിയ ബാങ്കിങ് സംവിധാനം SBI വഴി ഇലക്ട്രൽ ബോണ്ട് വഴി തുടങ്ങാനും ഈ സർക്കാരിന് സാധിച്ചു. ആ കള്ളപ്പണത്തെ ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ മദ്യവ്യവസായിയുടെ കയ്യിൽ നിന്ന്, രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ഗുണനിലവാരമുള്ള മരുന്നുകൾ ഉണ്ടാക്കിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ കൈകളിൽ നിന്ന്, ED അന്വേഷണം നേരിടുന്ന രാജ്യത്തിൻ്റെ ധനകാര്യ സ്ഥാപനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ച സ്ഥാപനങ്ങളുടെ കൈകളിൽ നിന്ന് 2500 കോടി രൂപ വാങ്ങിയ സർക്കാർ BJP സർക്കാരാണ്. ആ സർക്കാരിൻ്റെ നയിക്കുന്ന പ്രധാനമന്ത്രി കരുവന്നൂരിൽ വന്ന് പാവപ്പെട്ട നിക്ഷേപകർക്ക് പണം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ എന്ത് പ്രഹസനമാണ് സജി എന്ന് മാത്രമേ ആ ഘട്ടത്തിൽ പറയാനുള്ളൂ. കാരണം ഇതേ പ്രധാനമന്ത്രി പറഞ്ഞ ആദ്യത്തെ കാര്യം സ്വിസ് ബാങ്കിലെ പണം കണ്ടെത്തിയിട്ടില്ല. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്നും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചാൽ എങ്ങനെ സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കും എന്നുള്ളത് പറഞ്ഞത് ഉറപ്പ് കൊടുത്തത് ജീവിക്കാൻ സാധിച്ചിട്ടില്ല. CSDSൻ്റെ സർവേ പ്രകാരം ഇപ്പോഴും തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും വിലവർദ്ധനയും ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. അതിനെ മറികടക്കാൻ ഈ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പകച്ചു നിൽക്കുകയാണ്. ഗ്യാസിൻ്റെ വിലയാവട്ടെ, ഇന്നിപ്പോൾ ചർച്ചയിൽ പറയായിരുന്നു, ഉടുപ്പിയിൽ പോയി ഒരു സാധാരണ ചായ കുടിച്ചിട്ട് വരുമ്പോൾ 14 രൂപ മുതൽ 24 രൂപ വരെയാണ് അവിടെ ഈടാക്കുന്നത്. അപ്പോൾ ചായ കുടിക്കുന്ന ആൾക്കാർക്കറിയാം എന്താണ് വിലവർദ്ധനവിൽ സംഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ട് വിലവർദ്ധനവ് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ പറയുന്നു കക്കൂസ് നിർമ്മിക്കാനാണ് എന്ന് പറയുന്നു. എന്തെങ്കിലും തിന്നിട്ട് വേണ്ടേ സാറേ കക്കൂസി പോകാൻ എന്നുള്ള ചോദ്യം വോട്ടർമാർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കരുവന്നൂര്, മാസപ്പടി, സ്വർണ്ണക്കടത്ത് ഈ 3 വിഷയങ്ങൾ നിൽക്കുന്നത്. മാസപ്പടിയുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അന്വേഷണം പോയി ചെന്നാൽ നിൽക്കേണ്ടത് വീണ വിജയനിൽ മാത്രമല്ല. കാര്യം വീണ വിജയനിലേക്ക് നേരിട്ട് ഇപ്പോഴും ഈ ED കേസ് പോയി നിൽക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. SFIയുടെ പോയി നിൽക്കും. SFIയുടെ അതിനകത്ത് ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ കമ്പനി അഫയേഴ്സ് ആക്ടിൻ്റെ വയലേഷൻ ഉണ്ട്. പക്ഷേ EDക്ക് പോയി നിൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത ഒരിടപാടാണത്. ആ ഇടപാടിൽ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിനെ നിങ്ങൾക്ക് പണം നൽകിയിട്ടില്ല എന്നതിൻ്റെ പേരിൽ EDക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. PMLA ആക്ടിൽ അത് എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. SFIയിൽ വരും, കമ്പനി അഫയേഴ്സ് ആക്ട് പ്രകാരം അതിൽ വരും. അപ്പോൾ
അപ്പോൾ മാസപ്പടി വിവാദത്തെ അന്വേഷിച്ചാൽ പോയി നിൽക്കേണ്ടത് UDF നേതാക്കൾക്കെതിരെയാണ്. പക്ഷേ അങ്ങനെ പോകുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ മനസ്സിലാക്കുന്നത് ആ ഘട്ടത്തിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല. ഇത് 26-ാം തീയതിയോടുകൂടി ഈ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളും ഈ ചർച്ചയിൽ നിന്ന് തന്നെ പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സുജയ നേരത്തെ പറഞ്ഞതുപോലെ കരുവന്നൂരിലെ നിക്ഷേപകരുടെ വിഷമങ്ങളിൽ നമ്മൾ പങ്കുചേരുന്നു. പക്ഷേ ആ വിഷമങ്ങളെ മുതലെടുക്കാൻ വരരുത് സജി എന്ന് മാത്രമേ ഉള്ളൂ. Meet the editors.